പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. ഡിസംബർ 21 നമ്മുടെ വേൾഡ് മെഡിറ്റേഷൻ ഡേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോ. അപ്പോൾ അതിനെ നമുക്ക് 3 സ്റ്റെപ്പായിട്ട് പറയാം, 3 ലെവലായിട്ട് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. എനിക്കറിയാം നിങ്ങൾ വളരെ ആകാംക്ഷാഭരിതരാണ്, അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും നൽകി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ, അത് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ലിങ്ക് ലഭിക്കും. അത് 21 ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ മെഡിറ്റേഷൻ ഒന്നും ചെയ്ത് പരിചയമില്ല, ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ 21 വരെ ഒരു ചെറിയ പരിശീലനം ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാണ്. ഇത് ദാജി എന്നെ നിർദ്ദേശിച്ചൊരു കാര്യമാണ്. അതായത് നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശം അല്ലെങ്കിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഇത് നമ്മളിപ്പോൾ ആത്മാവെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവനെന്നോ ഒക്കെ പറയുന്ന അതിനെ നമ്മൾ ഒരു ദിവ്യപ്രകാശമായിട്ട് സങ്കല്പിക്കുകയാണ്. അങ്ങനെ സങ്കല്പിച്ച് വളരെ സ്നേഹത്തോടെ ഭക്തിയോടെ ആ ഹൃദയത്തിലേക്ക് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. അവിടെ പ്രകാശം കാണാനൊന്നും ശ്രമിക്കേണ്ട. ഇതൊരു സങ്കല്പം നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ഓർക്കുന്നത് എന്ന് വേണമല്ലോ. അപ്പം അതിനുവേണ്ടി നമ്മളൊരു കൊടുക്കുന്ന സങ്കല്പമാണത്. അപ്പം അങ്ങനെ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണടച്ച ഒരുപാട് ചിന്തകൾ വരും അല്ലേ? കാരണം നമ്മൾ മനസ്സുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ചിന്തിക്കാനുള്ളതുമാണ്. അപ്പം ഈ ചിന്തകൾ വരുമ്പോൾ ചിന്തകൾ വന്നോട്ടെ പൊക്കോട്ടെ എന്നുള്ള മനോഭാവത്തിൽ ചിന്തകളെ നമ്മൾ അടിച്ചമർത്തണമില്ല, നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണമില്ല. നമ്മുടെ മനോഭാവം അവർ വരണു പോണു പൊക്കോട്ടെ, കൂളായിട്ട് അങ്ങനെ ഇരിക്കുക. പക്ഷെ അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ചിന്തയുടെ പുറകെ അങ്ങനെ സഞ്ചരിക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചിന്തയുടെ പുറകെ ആയിരുന്നു ആ സമയം. അപ്പോൾ അതെപ്പോഴാണ് നമുക്ക് ബോധം വരുന്നത്? ഞാനിങ്ങനെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകുന്നു, ഒരു ചിന്തയുടെ പുറകിലായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധം വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഹൃദയത്തിലേക്ക് തിരിച്ചു വന്ന് ഹൃദയത്തിലെ ആ ദിവ്യത്വത്തിൽ അലിഞ്ഞു ചേരാൻ ശ്രമിക്കാം. ഈ ഒരു പരിശീലനം എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പോഴാണ് 21 നമ്മൾ ദാജിയോടൊപ്പം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പ്രാണാഹൂതിയോടെയുള്ള മെഡിറ്റേഷനാണ് അത് അല്ലേ? അപ്പോൾ ഈ 2 മെഡിറ്റേഷനും സാധാരണ ധ്യാനവും ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രാണാഹൂതിയോടെയുള്ള ധ്യാനവും തമ്മിലുള്ള ആ വ്യത്യാസം തിരിച്ചറിയാനായിട്ട് നമ്മളിങ്ങനെ ഒരു പരിശീലനം ചെയ്തു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതെല്ലാവരും ചെയ്തു നോക്കില്ലേ? ഇനി മൂന്നാമത്തെ, നമ്മുടെ ആസുദിനത്തിൻ്റെ അന്ന്, അതായത് ഡിസംബർ 21 രാത്രി 8 മണിക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന യൂട്യൂബ് ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ തന്നെ ഫോണിലുള്ള എല്ലാവരും ഒറ്റയ്ക്ക് അവരവരുടെ ഫോണിലുള്ള മൊബൈൽ ഡാറ്റ വഴി വേണം ആ ലിങ്ക് ഓപ്പൺ ചെയ്യാനായിട്ട്. അങ്ങനെ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ ദാജിയോടൊപ്പം ധ്യാനിക്കുന്ന സമയത്ത് ദാജി ആദ്യം നമുക്ക് നമ്മുടെ ഫുൾ ബോഡി റിലാക്സ് ചെയ്യാനായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് തരിക. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ട് അത് ഫോളോ ചെയ്യാൻ മാത്രമേ വേണ്ടൂ. നമ്മൾ കണ്ണുകൾ അടച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ കണ്ണുകൾ അടച്ചിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഓരോ ശരീരഭാഗങ്ങളിലും ഒന്ന് അറ്റൻഷൻ കൊടുക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ദാജി പറയുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ ഫോളോ ചെയ്യാം. അതിനുശേഷം ദാജി പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പരിശീലിച്ച് നോക്കിയിരുന്നല്ലോ. നമ്മുടെ ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ് ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ ധ്യാനിച്ചിരുന്നല്ലോ. ആ ഒരു സങ്കല്പം കൊടുക്കുക. ഇതൊക്കെ ദാജി നിർദ്ദേശങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളങ്ങനെ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ദിവ്യത്വത്തിൽ അതിനെ ഒരു ദിവ്യപ്രകാശമായിട്ട് സങ്കല്പിച്ച് നമ്മളങ്ങനെ കണ്ണുകൾ അടച്ച് വളരെ സ്നേഹത്തോടെ ഭക്തിയോടെ അങ്ങനെ ഇരിക്കും.
ആ സമയത്തും ഇതുപോലെ ചിന്തകൾ വരാം, നമ്മൾ അതിൻ്റെ പുറകെ പോവാം. അപ്പോഴൊക്കെ നമുക്ക് എപ്പോഴാണ് ഈ ചിന്തകളുടെ പുറകെ ആയിരുന്നു നമ്മളെന്ന് ബോധം വരുന്നത്, ആ സമയത്ത് തിരിച്ച് വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ആ ദിവ്യത്വത്തിൽ ലയിച്ചു ചേരാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ധ്യാനം കഴിയുമ്പോൾ ദാജി ദാറ്റ്സ് ഓൾ എന്ന് പറയും. അപ്പോൾ ദാറ്റ്സ് ഓൾ പറയുന്നത് വരെ നമ്മളിങ്ങനെ കണ്ണുകളടച്ച് വളരെ കൂളായിട്ട് അങ്ങനെ ഇരിക്കുക. ദാറ്റ്സ് ഓൾ എന്ന് പറയുമ്പോൾ പിന്നെ ദാജി എന്താണ് നിർദ്ദേശം തരുന്നതെന്ന് നോക്കുക. എന്തായാലും സ്ക്രീനിൽ ഒരു QR കോഡ് കാണിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ QR കോഡ് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ളതാണ്. നമ്മൾ ദാജിയോടൊപ്പം മെഡിറ്റേറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാവർക്കും ലഭിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്ത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വേണ്ടവർ അത് മിസ് ചെയ്യാതെ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ടത്. അപ്പോൾ ഇതുവരെ ധ്യാനിക്കാത്തവർ ഇന്ന് തന്നെ ധ്യാനത്തിൻ്റെ ആ ഒരു രീതി അതെന്താണെന്നൊന്ന് പരിശീലിക്കണത് നല്ലതാണ്. ഓക്കെ, എല്ലാവരും ചെയ്യില്ലേ? താങ്ക് യു.